നെടുമങ്ങാട് ഇഞ്ചിയത്തെ ടൂറിസ്റ്റ് ബസ് അപകടത്തിൽ ബസ് ഡ്രൈവർ കസ്റ്റഡിയിൽ. ഒറ്റശേഖരമംഗലം സ്വദേശി അരുൾദാസിനെയാണ് കസ്റ്റഡിയിലെടുത്തത്. അപകടത്തിൽ ഒരാൾ മരിച്ചു. 30ഓളം പേർ ചികിത്സയിലാണ്. ഇന്നലെ രാത്രി 10:30 നെടുമങ്ങാട് വെമ്പായം റൂട്ടിൽ പാൽ സൊസൈറ്റി പടിക്ക് സമീപമാണ് കാട്ടാക്കട പെരിങ്കടവിളയിൽ നിന്ന് മൂന്നാറിലേക്ക് പോയ ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ട് ഒരാൾ മരിച്ചത്. 10 കുട്ടികൾ ഉൾപ്പെടെ 30ഓളം പേർക്ക് പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ കാട്ടാക്കട കാവല്ലൂർ സ്വദേശിനി ദാസിനിയാണ് മരിച്ചത്. 49 പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. ബസ് അമിത വേഗത്തിലായിരുന്നതാണ് അപകട കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. വണ്ടി അമിത വേഗത എന്നാണ് പറഞ്ഞത്. പഴയോട്ട് വേഗം വണ്ടിക്കാർ പറഞ്ഞിരുന്നത് ഓവർ സ്പീഡായിരുന്നാണ് പറഞ്ഞത്. മത്സരം വണ്ടി വേറെ വണ്ടിയായിട്ട് മത്സരിച്ച് വന്നാണ് പറഞ്ഞത്. ലോറി വേറെ അങ്ങനെ വന്ന വേഗം വണ്ടിക്കാർ പറഞ്ഞിട്ടുള്ളത്. റോഡിലെ വലിയ വളവും അശാസ്ത്രീയ നിർമ്മാണവും അപകടത്തിന്റെ ആക്കം കൂട്ടി. നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. അപകടത്തിൽപ്പെട്ടവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞു. അപകടശേഷം സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ട ഡ്രൈവർ ഒറ്റശേഖരമംഗലം സ്വദേശി അരുൾദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. അമിത വേഗതയും റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണവുമാണ് ഒരാളുടെ മരണത്തിലേക്ക് നയിച്ച ബസിന്റെ അപകട കാരണം എന്നാണ് ആരോപണം. ക്യാമറമാൻ ചന്ദ്രജോസിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.